പക്ഷേ പി ആർ ശിവശങ്കർ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് ഈ വിഷയത്തിൽ. പക്ഷേ അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ഡോക്ടർ ജിൻഡോ ജോൺ നേരത്തെ പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിക്കേണ്ടുന്ന സമയമാണ്, അത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം കിട്ടേണ്ടുന്ന ചോദ്യങ്ങളാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഏറ്റവും പ്രധാനമായി ഇതിൽ സിംല കരാറിൻ്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ, മറ്റൊരു രാജ്യം ഇടപെട്ടിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് ആദ്യം നമ്മളിങ്ങനെ ഒരു വെടിനിർത്തലിനെ കുറിച്ച് കേൾക്കേണ്ടി വന്നത്, ഈ ഭീകരരെവിടെയാണ്, അവർക്ക് എന്ത് സംഭവിച്ചു, അവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സുരക്ഷാ വീഴ്ച അത് ആദ്യ ദിവസം തന്നെ അവർ ചോദിച്ചതാണ്. പക്ഷെ പിന്നീട് അതിൽ നിന്ന് അല്പം പിന്നോട്ട് പോയി. കാരണം ആ സാഹചര്യത്തിൽ അത് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരേണ്ട എന്നുള്ളത് കൊണ്ടാകാം. പക്ഷേ ഇനി ഈ ചോദ്യങ്ങൾ ഉന്നയിക്കും എന്നാണ് പറയേണ്ടത്. ഉത്തരം നൽകേണ്ടുന്ന ചോദ്യങ്ങളല്ലേ ശ്രീ പി ആർ ശിവശങ്കർ? തീർച്ചയായും ഞാൻ അത് ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ഉത്തരം നൽകേണ്ട പല ചോദ്യങ്ങൾക്കും ശ്രീ ഡോക്ടർ മോഹൻ പിള്ളയും അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ പി ജെ വിൻസെന്റും അതിമനോഹരമായി ഒരുപക്ഷെ എന്നേക്കാൾ നല്ല ഭാഷയിൽ അവർ ഉത്തരം നൽകിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അനുജ, ഞാൻ താങ്കൾ ചോദിച്ച ആദ്യത്തെ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മാത്രം ശ്രീ മോഹൻ പിള്ള പറഞ്ഞ കാര്യങ്ങളിൽ ചിലത്, ഒരു കാര്യം മാത്രം അത് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹം അങ്ങനെ തെറ്റായി പറഞ്ഞതല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കിൽ അദ്ദേഹം പറഞ്ഞത് മിലിറ്ററി ടാർഗറ്റ്സ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്, പക്ഷേ ദ പൊളിറ്റിക്കൽ ടാർഗറ്റ്സ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അപ്പോൾ പൊതുപക്ഷെ രാഷ്ട്രീയ നമ്മുടെ കാണികൾ അല്ലെങ്കിൽ 24-ന്റെ വ്യൂവേഴ്സ് അതൊരു രാഷ്ട്രീയ കാരണങ്ങൾ എടുക്കുമോ എന്ന് ഭയം കൊണ്ടാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിയാം. അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ മാത്രം ഞാൻ ഈ സമയത്തിൽ കുറച്ചെടുക്കുന്നു. ഒന്ന്, അദ്ദേഹം പൊളിറ്റിക്കൽ മീൻസ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് മിലിറ്ററി മീൻസ് അല്ലാത്ത, മിലിറ്ററി നേട്ടങ്ങളല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ നേടിയതെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അത് വളരെ വ്യക്തമായി പറഞ്ഞു. അതിൽ അദ്ദേഹം വിട്ടുപോയതോ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത്, ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ, ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കുറെ കാര്യങ്ങൾ രാജ്യാന്തര തലത്തിൽ നമ്മൾ നേടിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ പാകിസ്ഥാനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒപെക് രാജ്യങ്ങളോ അതല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളോ അവ പോലും ഇന്ന് ഈ രാജ്യത്തോട്, പാകിസ്ഥാനോട്, അദ്ദേഹത്തിന്റെ ഭാഷയെ പറഞ്ഞ് ഈ ടെററിസ്ഥാനോട് ഒരു അടുപ്പവും കാണിച്ചില്ല, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഒട്ടും താല്പര്യം കാണിച്ചില്ല, അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം നിന്നില്ല. നമുക്കറിയാം ആകെ 2 രാജ്യങ്ങൾ മാത്രം, ചൈന പോലും അത്രത്ര നമ്മളൊന്നും പ്രതീക്ഷിച്ചതുപോലെ നിന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് നേട്ടമായി കാണണം. മറ്റ് സൗദി അടക്കം UAE അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാടുകളും ഇന്ത്യക്ക് അനുകൂലമായിരുന്നു, പാകിസ്ഥാൻ ഒട്ടും അനുകൂലമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ട പോലെ ആയിരുന്നില്ല ആ ഭാഗങ്ങൾ നടന്നിരുന്നത്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ പാകിസ്ഥാന്റെ അകത്ത് പോയിട്ട് അവരുടെ ടെറർ ലോഞ്ച് പാഡുകൾ അതാണ് നമ്മൾ ആക്രമിച്ചത്. അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇനി അടുത്ത 10-15 വർഷത്തേക്ക് ഒരുപക്ഷെ ഈ ടെറർ ഓർഗനൈസേഷൻസിന് ധാരാളം പേരുകൾ, പുതിയ പുതിയ പേരുകളുമായി വരുന്നവരും പഴയ പേരുകൾക്കും അത്തരം ആളുകൾക്ക് ഇനി ഇത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയെടുക്കുവാനും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും എല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ കുറെ നാളുകൾക്കെങ്കിലും ശേഷമേ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സാമ്പത്തികമായി അവരെ 10-15 വർഷത്തേക്ക് അല്ലെങ്കിൽ 25 വർഷത്തേക്ക് നമ്മൾ പുറകിലേക്ക് വലിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം കൂടെ ഉണ്ട്. IMF-നോട് ഈ പാകിസ്ഥാൻ മേടിച്ച വലിയ ഒരു ലോൺ, പാകിസ്ഥാൻ ബിക്കേം ഒരു ബഗർ നാഷനായി മാറിയിരിക്കുന്നു. അവർക്ക് ഈ കുറഞ്ഞ ഒരാഴ്ചത്തെ യുദ്ധം പോലും പിടിച്ചു നിൽക്കാനാവുന്നില്ല, സാമ്പത്തികമായിട്ട് അവർ തകർന്നിരിക്കുന്നു എന്നതും മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ വിദേശകാര്യത്തിലായാലും അവരുടെ സുഹൃത്തുക്കളെ വിടുന്ന കാര്യത്തിലായാലും അവരുടെ ടെറർ ക്യാമ്പുകളിലായാലും അവരെ സാമ്പത്തികമായി തകർക്കുന്ന കാര്യത്തിലായാലും ഇന്ത്യ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു മിലിറ്ററി സക്സസ് മാത്രമല്ല, ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കുന്ന ഒന്നാണ്. നമ്മൾ നേടിയിരിക്കുന്നതും ഇപ്പൊ ഇത് കൂടാണ്ട് തന്നെ ഇപ്പൊ നിരന്തരമായി പറയുന്നത് നമ്മൾ ബാക്കി എന്ത് നേടി, അല്ലെങ്കിൽ ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരുപാട് പേരുമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഹഫീസ് മുഹമ്മദ് ജലീൽ, അദ്ദേഹത്തിന്റെ ടെറർ കാഴ്ചപ്പാട് ഏത് കാലഘട്ടത്തിലാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്? അതുപോലെ തന്നെ മസൂദ് അസറിന്റെ ബ്രദറിലോ ആയിരുന്നു. അദ്ദേഹമാണ് ഇവരുടെയൊക്കെ ഫിനാൻസ് ഹാൻഡിൽ ചെയ്തിരുന്നതെന്ന് പറയുന്നു. അപ്പൊ സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന ഈ ടെറർ ഗ്രൂപ്പിന്റെ സാമ്പത്തിക കാര്യ മന്ത്രി, ധനമന്ത്രി തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്ക്. അതുപോലെ തന്നെ മുഹമ്മദ് യൂസഫ് അസർ, അദ്ദേഹവും ഒരു ബ്രദറിലെയോ ആണ്, ഇദ്ദേഹത്തിന്റെ ഒരു മൂന്നാമത്തെ ബ്രദറിലെയോ ആണ്. IC 814-ന്റെ
പണ്ടത്തെ നമ്മളുടെ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയതിലെ പ്രതിയാണ്. അപ്പോൾ കാലാകാലങ്ങളായി ഇന്ത്യയുടെ ഒരു ഏറ്റവും മുഖ്യ ശത്രുവായിരുന്ന അല്ലെങ്കിൽ തീവ്രവാദികളായിരുന്ന ആളുകളെ എല്ലാം ഇതുപോലെ അമർച്ച ചെയ്യാൻ ഒരൊറ്റ സ്ട്രൈക്ക് കൊണ്ട് അല്ലെങ്കിൽ 23 മിനിറ്റ് കൊണ്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അബു ജുൻസാൽ, ഖാലിദ്, ഇത്തരത്തിലുള്ള ധാരാളം പേരുകൾ ധാരാളം ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ ഇത് കുറെ നാളുകളായി ഇന്ത്യക്കെതിരെ നടത്തിയിരുന്ന പാകിസ്ഥാനോ അല്ലെങ്കിൽ അവിടുത്തെ ടെറർ ഓർഗനൈസേഷനോ നടത്തിയിരുന്ന വലിയ ഒരു അക്രമ സമരത്തെ അല്ലെങ്കിൽ ഒരു തീവ്രവാദത്തെ നമ്മൾ നേരിട്ടിരിക്കുന്നു. കോൺഗ്രസ് ഭരിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം 2005 ഡൽഹി സീരിയൽ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. എത്ര പേരാ മരിച്ചത്? 70 പേര് മരിച്ചു. 2006 വാരാണസി ബോംബിംഗ് ഉണ്ടായിരുന്നു. അവിടെ എത്ര? 28 പേര് മരിച്ചു. 2006 മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റ് 250 പേര് മരിച്ചു. ഞാൻ കണക്ക് പറയുന്നില്ല. ഏതാണ്ട് 2013 ഒരു ഹൈദരാബാദ് ബ്ലാസ്റ്റിൽ 18 പേര് മരിച്ചതടക്കം ഏതാണ്ട് 750 പേരോളം മരിച്ചിട്ടും നമ്മൾക്ക് ഇത്തരത്തിൽ ഈ IC-84 അടക്കം 814 ആളുകളെ നമുക്ക് പ്രതിരോധിക്കുവാനോ അവരെ തകർക്കുവാനോ അവരുടെ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യാനോ നമുക്ക് സാധിച്ചില്ല. ഇന്നാണ് അവരെല്ലാം ഈ പഴയ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുവാൻ അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇത് വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വളരെ പ്രസിദ്ധമായ ഒരു സിനിമയിലെ ഡയലോഗുണ്ട്. ടേക്കൺ എന്ന സിനിമയിൽ ഒരു നീൽസൺ പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഐ വിൽ ലുക്ക് ഫോർ യു, ഐ വിൽ ഫൗണ്ട് യു ആൻഡ് ഐ വിൽ കിൽ യു എന്ന് പറയുന്ന പോലെ തീവ്രവാദികൾ എവിടെ പോയി ഒളിച്ചാലും അവരുടെ മാളത്തിൽ പോയി ആക്രമിക്കുവാനും അവരെ കീഴ്പ്പെടുത്തുവാനും ചെയ്യുവാനുള്ള ശരി, അതിൽ തർക്കമില്ല. ശ്രീ PR ശിവശങ്കർ, നമ്മൾ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വന്നാൽ താങ്കൾ ആ പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നു. ഇതിലൊരു മൂന്നാം രാഷ്ട്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നതിപ്പോൾ KC വേണുഗോപാൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സിംല കരാർ എന്ത് സംഭവിച്ചു? നമ്മളുടേതായൊരു നിലപാടുണ്ട് ഈ വിഷയത്തിൽ. ഒരിക്കലും ഇത് ഒരു മൂന്നാം രാഷ്ട്രത്തെ ഇതിൽ ഇടപെടുവിക്കില്ല എന്നുള്ളത്. അത് പാകിസ്ഥാന്റെ താല്പര്യമാണ്. നമ്മൾ അതിന് കീഴടങ്ങിയിട്ടുണ്ടോ? എന്തുകൊണ്ട് അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റിൽ നിന്ന് ഈ വിഷയം നമ്മൾ ആദ്യം അറിയേണ്ടി വന്നു? പിന്നീട് തുടർച്ചയായി അവിടെ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ അവരുടെ ഒരു ഇടപെടൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ്? അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അതിനൊരു കൃത്യമായ വിശദീകരണം എവിടെയാണ്? നോക്കൂ, നമുക്കറിയാം പാകിസ്ഥാനും അമേരിക്കയുമായിട്ടുള്ള ബന്ധവും ട്രംപിനെ പോലുള്ള ആൾക്കാരുടെ ആഗ്രഹവുമെല്ലാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഏകപക്ഷീയമായി പാകിസ്ഥാന് കീഴടങ്ങേണ്ടി വരുമ്പോൾ ഇന്ത്യയുമായി സംസാരിക്കുവാൻ പോലും ആ സമയത്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴായിരിക്കാം ഒരുപക്ഷെ പൂർണ്ണമായി പാകിസ്ഥാൻ അമേരിക്കയുടെ അടുത്ത് പോയി കീഴടങ്ങിയതും ഇത് പറഞ്ഞതും. പക്ഷേ നമ്മളുടെ സ്റ്റാൻഡ് എന്താണ്? അദ്ദേഹം വിൻസെന്റ് പോലും വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, വിദേശകാര്യ വിദഗ്ധർ പറഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ ശശി തരൂർ പറഞ്ഞിരിക്കുന്നു, വി ആർ സ്റ്റിൽ ഓപ്പറേറ്റിംഗ് സിന്ദൂർ. ഒരു സംശയത്തിനിടയില്ലാത്ത വണ്ണം ഇന്നും നമ്മൾ ഈ കാര്യം ഓപ്പറേറ്റ് ചെയ്യുന്നു. അവരുടെ സൈനിക തലവന്മാർ തമ്മിൽ നമ്മളാണ് സംസാരിക്കുന്നത്. മറ്റ് ഒരു രാഷ്ട്രത്തിനും ഇന്ത്യയുമായിട്ടുള്ള ഇത്തരം ചർച്ചയിൽ ഇടപെടാൻ താല്പര്യമില്ല, ഇന്ത്യ സമ്മതിക്കില്ല എന്ന് പലകുറി പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതെല്ലാം വിട്ടേക്കൂ. ഈ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു ചരിത്രം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദിയെ വിട്ടേക്കൂ. ഏറ്റവും വളരെ സാധു എന്ന് വിശ്വസിക്കുന്ന മാന്യരിൽ മാന്യരെന്നൊക്കെ ഇവർ തന്നെ പറയുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഒരു കാലഘട്ടത്തിൽ ഇവിടെ പൊക്രാൻ അണുബോംബ് സ്ഫോടനം നടത്തിയപ്പോൾ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ രാജ്യമാണ്. അത്തരം പാരമ്പര്യമാണ് BJPക്കും BJPയുടെ നേതാക്കൾക്കും BJPയുടെ പ്രധാനമന്ത്രിക്കും ഉള്ളത്. ഒരു രാജ്യത്തിന്റെ മുൻപിലും തങ്ങളുടെ ആത്മാഭിമാനമോ തങ്ങളുടെ സ്വാതന്ത്ര്യമോ പണയപ്പെടുത്തുന്ന ഒരു ചരിത്രവും ഇന്ത്യയുടെ കാലഘട്ടത്തിൽ ശ്രീ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ വാജ്പേയിക്കോ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമാധികാര രാഷ്ട്രമാണ്. അതിൻ്റെ തീരുമാനങ്ങൾ ഇന്ത്യയും അല്ലെങ്കിൽ ആർമി തന്നെ എടുക്കും, ഒരു സംശയവുമില്ല. അത് വിദേശകാര്യ മന്ത്രിയും ഇന്ന് പ്രൈം മിനിസ്റ്ററും തീർത്താക്കി പറയും, ഒരു സംശയവുമില്ല. മറ്റൊരു രാജ്യങ്ങൾക്കും നമ്മളുടെ ഈ കാര്യത്തിൽ ഇടപെടാൻ ഒരു സാധ്യതയുമില്ല. അല്ല, പക്ഷേ അതിലൊരു സംശയമുള്ളത് ശ്രീ PR ശിവശങ്കർ, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഞാനൊന്ന് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ട്വീറ്റിലൂടെയാണ് നമ്മളൊക്കെ അറിയുന്നത് ഒരു വെടിനിർത്തലായിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ആദ്യത്തെ വരിയിൽ തന്നെ അദ്ദേഹം പറയുന്നത് മീഡിയേറ്റഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. ആഫ്റ്റർ എ ലോങ് നൈറ്റ് ഓഫ് ടോക്സ് മീഡിയേറ്റഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഐ എം പ്ലീസ്ഡ് ടു അനൗൺസ് ദാറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് എഗ്രീഡ് ടു എ ഫുൾ ആൻഡ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ എന്ന് പറയുകയാണ്. അത് ആദ്യത്തെ ട്വീറ്റ്. അതിനുശേഷം പിന്നീട് കുറച്ചുകൂടി നീളമുള്ളൊരു ട്വീറ്റിലാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ ഇതിങ്ങനെ പറയുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നു, പവർഫുൾ ലീഡർഷിപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ട്. കൂടാതെ ഒരു 1000 വർഷം കഴിഞ്ഞാൽ ഐ വിൽ വർക്ക് വിത്ത് യു ബോത്ത് to see if
ആഫ്റ്റർ 1000 years a solution can be arrived at concerning കശ്മീർ എന്ന് പറയുകയാണ്. ഇത് പറയാൻ ഡൊണാൾഡ് ട്രംപ് ആരാണ്? ഇതല്ലല്ലോ നമ്മളുടെ പ്രഖ്യാപിത നിലപാട്. ഇനി അതൊക്കെ പോട്ടെ, ട്രംപ് അങ്ങനെ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തിൻ്റെ വിടുവായത്തമാണ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പല BJP നേതാക്കളിൽ നിന്നൊക്കെ നമ്മൾ കേട്ട ഒരു മറുപടിയാണ്. മാർക്കോ റൂബിയോ പറയുന്നത് എന്താണ്? അദ്ദേഹവും ഇതേ തരത്തിൽ തന്നെയാണ് അവിടെ നിന്ന് വരുന്ന പ്രസ്താവന. അതായത് അമേരിക്കൻ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല എന്ന് ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞുകൂടെ ശ്രീ PR ശിവശങ്കർ? ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, ഇപ്പോൾ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ഇന്ത്യൻ ആർമി ചീഫിനേക്കാൾ കൂടുതൽ സത്യസന്ധതയും അതുപോലെ തന്നെ അവർ വിശ്വസിക്കുന്നതും US പ്രസിഡന്റായ ട്രംപിനെയും അല്ലെങ്കിൽ മാർക്കോനെയുമാണ്. ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പോൾ ഇവർക്ക് പണ്ടേ സംശയമായിരുന്നു. ഇവർ നിരന്തരം സംശയം ഉന്നയിച്ചതാരാണ്? ബിപിൻ റാവത്ത് ഇന്ത്യയുടെ CDS ആയപ്പോൾ ആ CDS സിസ്റ്റത്തെയും അതുപോലെ തന്നെ ബിപിൻ റാവത്തിനെയും നിരന്തരം കളിയാക്കുകയും വെല്ലുവിളിക്കുകയും ഇറ്റ്സ് എ റോങ് ഫുട്ട് എന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ ഡോക്ടർ മോഹൻ പിള്ള തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഇത് എഫക്റ്റീവ് കോർഡിനേഷൻ ഓഫ് ദ 3 ആർമീസ് എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് പ്രതിരോധ വിദഗ്ധരും അതുപോലെ തന്നെ ലോകം മുഴുവനും ഇന്ത്യയുടെ ഈ കോർഡിനേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ അതിനെ എതിർത്തു. റഫേലിനെതിരെ ഇവരെ യുദ്ധ സമാനമായ കാര്യങ്ങളെല്ലാം ചെയ്ത് സുപ്രീം കോടതി വരെ പോയില്ലേ? അതുപോലെ തന്നെ ഇവിടെ S-400 എടുത്തപ്പോഴത്തേക്ക് റഷ്യക്കെതിരെ അമേരിക്ക ഇതാ ശക്തമായി എതിർത്തിരിക്കുന്നു, അമേരിക്കയെ പിണക്കരുത് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ കാലാകാലങ്ങളിൽ ഇവർക്ക് ഇന്ത്യൻ ആർമിയെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയോ പ്രതിരോധ മന്ത്രിയെയോ പ്രതിരോധ സൈന്യ മേധാവികളെയോ അല്ല വിശ്വാസം. മറിച്ച് ഇവർക്ക് ആ കാലഘട്ടത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളെയായിരുന്നു. ഒരൊറ്റ കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഇത് ഏകപക്ഷീയമായി പാകിസ്ഥാന് ഒരുപക്ഷെ കീഴടങ്ങുവാനുള്ള മറ്റ് ഒരു പോംവഴി ഇല്ലാതപ്പോൾ ഭയന്നു പോയ, നേരത്തെ ശ്രീ വിൻസെന്റ് ഒക്കെ പറഞ്ഞതുപോലെ അവരുടെ ഒരുപക്ഷെ വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങളിൽ അക്രമം നേരിട്ടപ്പോൾ ഇന്നെല്ലാം ഉണ്ട്. അവിടെ ഭൂചലനം ഉണ്ടായിരിക്കുന്നു 2 പ്രാവശ്യം. റിച്ചർഡ് സ്കെയിലിൽ 5.5 ഒക്കെ ഉണ്ടായിരിക്കുന്നു, ഭൂചലനം ഉണ്ടായിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ആറ്റമിക് എനർജിയുടെ ലീക്കേജ് കൊണ്ടാണോ, അത്തരത്തിലുള്ള കാര്യമാണോ ചർച്ച ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ഭയമുള്ള ഒരു രാജ്യം, ഒരു ബെഗറായിട്ടുള്ള രാജ്യം, ആ രാജ്യത്തിന് അതല്ലാതെ മറ്റെന്ത് സാധ്യതയാണുള്ളത്? പൂർണ്ണമായി കീഴടങ്ങുക, സമതാവാദം പറഞ്ഞ് അമേരിക്കയോട് അമേരിക്കയോട് പാകിസ്ഥാൻ കീഴടങ്ങിയിട്ടുണ്ടാകാം. പക്ഷെ അവിടെ എങ്ങനെയാണ് നമ്മളുടെ ഒരു വിഷയത്തിൽ അവർ ഇടപെട്ടുകൊണ്ട് ആദ്യം ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നത്, പിന്നീട് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്? അത് ഇന്ത്യക്ക് അതിൽ സമ്മതമല്ല എന്നുണ്ടെങ്കിൽ ഔദ്യോഗികമായി തന്നെ അത് പറയേണ്ടുന്ന ഒരു ബാധ്യതയുണ്ടല്ലോ എന്നുള്ളതാണ് ചോദ്യം.